ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ, കിള്ളിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. തെന്നലേ തെന്നലേ, ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ്, ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ, ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. പനിനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ, കരിവാള ചിരി പൊട്ടും കുളിർ കൈയിൽ ചന്ദനവും പനിനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ, ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ 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 തെന്നലേ. എന്തോ നല്ല രസമുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് അല്ലേ? സാരിയൊക്കെ കൊടുത്ത് വലിയ കുട്ടിയായി, സുന്ദരിയായി സ്ത്രീയായി. സ്ത്രീയായോ? എന്തൊരു ഭംഗിയാ. പഴയ ശാരദാമ്മയൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സാരിയൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഔസേപ്പച്ചൻ സാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാണത്. അത് മോള് നല്ല സ്വീറ്റായിട്ട് പാടിട്ടോ, കൂളായിട്ട് പാടി. എനിക്ക് ആ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോർഷൻ ഉണ്ട്. അതേതാണെന്നറിയോ? അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. അതൊന്ന് പാടാമോ? അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എല്ലാം ടോട്ടലി വളരെ നന്നായി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ, മക്കളെ നന്നായിട്ടുണ്ടോടാ. നീ ഒരു വലിയ ഒരു മുതിർന്ന സ്ത്രീയെ പോലായി. ഇതൊക്കെ കൊടുത്തിട്ട് സാരിയൊക്കെ കൊടുത്ത് അതിലെ ഏറ്റവും വലിയ സംഭവം, ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ചോദിച്ചു, മോളെ നീ പിന്നെയും വളർന്നോടാ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ആ കാലൊന്ന് കാണിച്ചു. ഹീലില്ലാത്ത ചെരുപ്പാണ്, ശരിക്കുള്ള ഹൈറ്റ് ആണെന്നോ. നമുക്കത് അഹങ്കാരത്തിന്റെ ഒരു മൂർത്തിമത് ഭാവമാണെന്നാണ് ഞാൻ കാണിച്ചേ. അത് ഹീലയില്ല അതിന്. അപ്പൊ ഞങ്ങളൊക്കെ ഇടുന്നത് ഇത്തിപ്പോലും. മക്കളെ നന്നായിട്ട് പാടിയടാ. നല്ല എന്താ പറയണ്ട, അതിന്റെ ഒരു സുഖമുണ്ടായിരുന്നു. അത് ഇല്ലിമുളം കാടുകളിൽ കാടുകളിൽ ആ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്ന കുറേയും കൂടെ നല്ലതായിരുന്നു. അത് മൂടങ്ങ് നല്ല സൂചിപ്പിച്ചത്. അത് ഓരോ അതിന് ഒരു ഫീലില്ലേ,
അതും പാടാമോ? ഇല്ലിമുളം കാടുകളിൽ ഇല്ലിമുളം കാടു അതല്ലടാ, ഇല്ലിമുളം കാടുകളിൽ കാടുകളിൽ ഇല്ലിമുളം കാടുകളിൽ അത് തന്നെ കാടുകളിൽ ഇല്ലിമുളം കാടുകളിൽ അത് കുറച്ചും കൂടെ ശക്തി കൊടുക്കാൻ. ഇല്ലിമുളം കാടുകളിൽ ലല്ലലല്ലം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. ആ ഊയലാടും എന്നുള്ള ആ സംഗതി ഇല്ലേ, അതവിടെ ദേവരാമാഷ് വെച്ചേക്കുന്ന അടുത്തത് അത് തെന്നല്ലേ എന്നുള്ളതാണ്. തെന്നല്ലേ തെന്നല്ലേ. പക്ഷെ എന്ത് രസമാണ് ഈ കോമ്പസിഷൻ. അത് മാത്രമല്ല മോളെ, ഇത് ഏത് സ്റ്റേജിലുവേ ഇപ്പോൾ ഉള്ള ഈ കുത്തുപാട്ടിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഒരു ഇല്ലിമുളങ്കാടുകൾ എന്ന് പാടുമ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ് ഭീകരമാണ്. അപ്പോൾ അത് അത്രത്തോളം ജനഹൃദയങ്ങളിൽ കുടിയിരിക്കുന്ന പാട്ടുകളാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ. അപ്പോൾ ഇതിൻ്റെ ഇത് ആരൊക്കെയാണെന്ന് പറയാമോ മോളെ? ലിറിക്സ് ONV കുറുപ്പ് സാർ, മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ, പാടിയത് KS ജോർജ് സാർ, പിന്നെ 1956 ജനിച്ച ഇറങ്ങിയ മുടിയനായ പുത്രന്റെ എന്നെ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ കുഞ്ഞുങ്ങൾ. അത് നിങ്ങളിപ്പോൾ ഉള്ള പിള്ളേരല്ലേ, അവർക്ക് ഇതൊക്കെ ഡീറ്റെയിൽ പഠിക്കണം മോളെ. കാര്യം ഇങ്ങനൊരു പാട്ട് നമുക്ക് കിട്ടിയതും മോൾ ഇത്രയും മനോഹരമായി പാടാൻ കഴിഞ്ഞോ ഞങ്ങളൊക്കെ ആഹാ എന്നൊക്കെ പറയുന്നതൊക്കെ അവർക്ക് സൃഷ്ടിച്ച് നമുക്ക് തന്നതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ എന്താ പറയുക ഒരു ദൈവങ്ങളെപ്പോലാണ്, അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അവരുടെ അനുഗ്രഹം പരിപൂർണമായിട്ട് ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുന്നു മോളെ. നന്നായിരുന്നടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. ചേച്ചി വൈകക്കുട്ടി എന്തോ സൂപ്പർ. താങ്ക് യു മാം. ഈ ഒരു സാരിയൊക്കെ കാണുമ്പോഴത്തേക്ക് പഴയ ഷീലാമ്മയുടെ നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം അതുപോലെ ഇല്ലേ? കഴിഞ്ഞു. അല്ല അത് അതുപോലെ ഉണ്ട്. ഒരു ബുക്കൊക്കെ പിടിച്ചിങ്ങനെ നടക്കുമ്പോ നസീർ സർ ആ ഒരു പിക്ചറൈസേഷൻ ഒക്കെ സുന്ദരിയായിട്ടുണ്ട്. നന്നായി പാടി മോളെ. എനിക്ക് വൈഗ പാടുമ്പോൾ വൈഗ പൊതുവെ സംഗതികളുടെയൊക്കെ ക്ലാരിറ്റി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പം ആള് കോൺഫിഡൻറ്റുമാണ്. അതുപോലെ ഇത് നന്നായി പാടി. ബ്യൂട്ടിഫുൾ ആണ്. എനിക്കിപ്പം ദേവരാജ മാഷിന്റെ കാര്യം പല പ്രാവശ്യമായിട്ട് ഔസേപ്പച്ചൻ സാറും ശരത് സാറും ഇങ്ങനെ സൂചിപ്പിച്ചു. അപ്പം ഔസേപ്പച്ചൻ സാറ് വർക്ക് ചെയ്തിട്ടുണ്ട്, ശരത് സാർ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, വർക്ക് പാടിയിട്ടില്ലേ? പാടി കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു മക്കളെ, എല്ലാവരും പേടിച്ചിട്ട്. ദേവരാജ മാഷിയുടെ ഭാര്യ മകള് ഒക്കെ മസ്കറ്റിലുണ്ടായിരുന്നു. ഞാൻ മസ്കറ്റിലാണ് പഠിച്ചു വളർന്നത്. അപ്പൊ ആ സമയത്ത് ഷർമിള ചേച്ചി അവരവിടെ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് അവരെ കൂടുതൽ അറിയാവുന്നത്. നാട്ടിൽ വന്ന സമയത്ത് സാറ് ദേവരാജ മാഷ് ഇങ്ങനെ ഒരു ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഭക്തിഗാനം ചെയ്യുമായിരുന്നു. അപ്പം പുതിയ കുട്ടികൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഒരു വോയിസ് ടെസ്റ്റിന് പോയി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ദേവരാജ മാഷെ കാണുന്നത്. മാഷിന്റെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്നത് അങ്ങനെ ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പാടുമോ പറഞ്ഞാൽ ഞാൻ സാർ പാടും. ഇപ്പം ഞാനിത് ഈ മോളുടെ പ്രായമുള്ളൂ, 10ൽ പഠിക്കുക. അപ്പം ഞാൻ ചെന്നു, പാടാൻ വേണ്ടി ചെന്നു. സാർ വോയിസ് ടെസ്റ്റ് ഒക്കെ എടുത്തു. വല്ല പേടിച്ചിരിക്കുക. പക്ഷെ സാറിൻ്റെ അത്ര പേടി എനിക്കില്ല. കാരണം നമ്മൾ ഇപ്പം ഈ കൊച്ചു കുട്ടികളെ പോലെ അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയില്ല ആ ഒരു പ്രായത്തിൽ. മാഷെ കണ്ടു അവിടെ കൊല്ലത്ത് വെച്ചാണ് മാഷെ കാണുന്നത്. മാഷ അവിടെ എല്ലാം കണ്ടു. ശരി എന്തെങ്കിലും ഒന്ന് പാടും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു 4 വരി പാടി. മതി. അപ്പം ഇവിടെ തരങ്കിണി സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇന്ന ദിവസം റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഞാനവിടെ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ചെന്നപ്പം മാഷ എന്നെ നോക്കിയിട്ട് ആരാന്ന് ഒക്കെ പോയാണ്. മാഷ ഞാൻ അന്ന് പാടാൻ വന്ന് ആണോ ഇയാൾ തന്നെയാണോ അന്ന് പാടാൻ വന്നത്? ഇങ്ങനെ അടിമുടി നോക്കി. എന്നിട്ട് പറഞ്ഞു ഇതായിരുന്നില്ലല്ലോ ഹെയർ സ്റ്റൈലിന്. അപ്പം മാഷ് പറയുന്നത് നമ്മൾ ഒരു രൂപം തന്നെ എപ്പോഴും കീപ്പ് ചെയ്യുക. ഇപ്പോൾ ജാനകി അമ്മ, സുശീലമ്മ, ആ കാലഘട്ടത്തിലുള്ള എല്ലാ സിംഗേഴ്സിനും നമ്മുടെ മനസ്സിൽ ആ സിംഗറിന്റെ പേര് വരുമ്പോൾ ഒരു രൂപം വരും. അതാണ് അവരുടെ രൂപം. അപ്പോൾ അതുപോലെ എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഈ പല 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 വേഷങ്ങളും പല പല സ്റ്റൈലുകളും പോകാണ്ട് ഒരു സ്റ്റൈലിൽ അങ്ങ് ഉറച്ചു നിൽക്കാൻ. അപ്പോൾ അന്ത കാലത്തുള്ള ആ സീരിയസ്നെസ്സും ഡിസിപ്ലിനും ആലോചിച്ച് നോക്കണം.
ഞാൻ ഈ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന പ്രായത്തിലാണ് ഇങ്ങനെ ചെന്ന്. അപ്പം എനിക്കിത് വല്ലാത്തൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമെന്ന്. സാറിൻ്റെ ലാസ്റ്റ് കാലഘട്ടത്തിലാണ് ഈ ഒരു ആൽബം, ഇതായിരുന്നു ലാസ്റ്റ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇതിൽ കുറച്ച് പുതിയ വോയിസസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ പാടാൻ പോയി. അങ്ങനെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തി ഗാനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് മാഷ്ടെ സംഗീതത്തിൽ പാടാൻ അവസരം കിട്ടി. അതൊരു വലിയൊരു ദൈവാധീനമായിട്ട് ഞാൻ കാണുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ അവസാന കാലത്ത് ആയത്, ആ സമയത്ത് അറ്റ്ലീസ്റ്റ് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റി. എൻ്റെ ആ ഒരു സമയത്ത് ജനിച്ചതുകൊണ്ട് ഒരു ടൈമിങ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പാടാൻ പറ്റി എന്നുള്ളതാണ് ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം. അതിന് ഞാൻ ദൈവത്തോട് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. കാരണം മാഷിയുടെയൊക്കെ ഒരു പാട്ടെങ്കിലും ഒരു പാട്ട് പാടാൻ സാധിച്ചു എന്നുള്ളത് ഏതോ മുജ്ജന്മ സുഹൃതം. മോള് ഈ പാട്ടുകൾ നിങ്ങൾ വീണ്ടും ഒരു പുനർജന്മമാണ് ഈ പാട്ടുകൾക്ക്, ഈ വേദികളിൽ പുതിയ തലമുറ ഈ പാട്ടുകളൊക്കെ എടുത്ത് പാടുന്ന കാണുമ്പോൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷം. ഗോഡ് ബ്ലെസ് യു. മോളെ നന്നായി പാടി, സൂപ്പർ. താങ്ക് യു ചേച്ചി. ഓക്കെ, ശരത് സർ. മോളെ എന്തോ 9.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി മോളോ എന്തോ 9.4 മാർക്സ്. താങ്ക് യു മാം. ഓക്കെ. സോ ടോട്ടൽ 18.7. സൂപ്പർ, അടിപൊളി. ഓക്കേടാ.